തനിക്ക് അഭിനയിക്കണോ? ഓക്കെ, എനിക്ക് ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ അറിയോ? മലപ്പുറം ജില്ലയിലായതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കുറവാണ്, എത്തിപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ്. അതിന്റെ പുറത്തുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തും അതിനോടുള്ള അടങ്ങാത്ത ഒരു പാഷന്റെ പുറത്താണ് ആളുകൾ എത്തുന്നത്. അങ്ങനെ ഒരു പാഷൻ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു ചാൻസ് എന്നിലോട്ട് വന്നു ചേർന്നു. കാരണം ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു വണ്ടിയുടെ RCക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ദിലീപേട്ടൻ്റെ ഒരു സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട്, സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് വന്നിങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി, കാരണം അത് ഭയങ്കര ആഗ്രഹം, നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കിയപ്പം അവിടെ നിന്ന് ഒരാൾ വന്നിട്ട്, താൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, അഭിനയിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ അഭിനയിക്കാൻ വന്നല്ല. തനിക്ക് അഭിനയിക്കണോ? ഓക്കെ, എനിക്ക് ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ അറിയോ? അറിയുന്നില്ല, ഇതിനു മുമ്പൊന്നും അങ്ങനെ സ്കൂളിൽ നാടകങ്ങളും അതൊക്കെ ചെയ്തേ ഉള്ളൂ. നിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ആളുടെ അടുത്തുനിന്ന് കൊടുത്തേക്കുന്ന കൊണ്ട് ആളോട് എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്താന്ന് ഞാൻ വിചാരിച്ചത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് കോള് വരുന്നു, ഇങ്ങനെ ഊട്ടിയിൽ വെച്ചിട്ടാണ് ഷൂട്ട്, അങ്ങോട്ട് വരണം, അവിടെ ഓഡീഷൻ ഉണ്ട്. ഞാൻ അവിടെ പോയി. ഏതാ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്? ദിലീപേട്ടൻ്റെ സ്പീഡ് ട്രാക്ക്, ഈ സെയിം സിനിമ. ഓക്കെ, കുറച്ച് കഴിഞ്ഞൊക്കെ 2 ദിവസം കഴിഞ്ഞൊക്കെ ഊട്ടിയിലോട്ട് വരണ്ട, ഷൂട്ട് മാറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ച് പോയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇടപ്പള്ളി, കൊച്ചി ഇടപ്പള്ളിയിൽ ചക്കീസിൽ അങ്ങോട്ട് വന്നാൽ മതി, തലേ ദിവസം വരണം, ഇന്ന ദിവസം ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിറ്റേ ദിവസം ലൊക്കേഷനിലോട്ട് പോയി. ഒരു കോളേജിലായിരുന്നു, ക്യാമ്പസല്ലായിരുന്നു. അവിടെ ഓഡീഷൻ നടക്കുന്നുണ്ട്. ദിലീപേട്ടൻ്റെ ടീമിലോട്ട് കുറച്ച് ടീമിനെ ഓഡീഷൻ ചെയ്യുന്നുണ്ട്. റിയാസ് ഖാൻ്റെ വില്ലൻ ടീമിലോട്ട് കുറച്ച് ആൾക്കാർ ഓഡീഷൻ ചെയ്തു. എല്ലാം കുറേ 100 കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട്, പിള്ളേർ വന്നിട്ടുണ്ട്. എല്ലാവരും ഓഡീഷൻ ചെയ്ത് അവസാനം എല്ലാവരും വിളിച്ചു. അവസാനം എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു. അവർക്ക് കിട്ടാനുള്ള ആൾക്കാരൊക്കെ കിട്ടിക്കാണും, അതുകൊണ്ട് ഇനി ഓഡീഷൻ വിളിക്കുന്നുണ്ടാവില്ല. ആഗ്രഹം അവിടെ തീർന്നു എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ തിരിച്ചു പോകാൻ നേരത്ത് എന്നെ പിന്നിൽ നിന്നൊരാൾ വിളിക്കുന്നു. ഡോ, ഞാൻ തിരിഞ്ഞു വരും. അപ്പോൾ താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഇല്ല സാർ, എന്നെ ഓഡീഷൻ വിളിച്ചില്ല, താൻ സെലക്റ്റഡാ, ഓഡീഷനും വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, എക്സൈറ്റഡ് ആയി. ഇതെന്ത് അത്ഭുതം, എനിക്ക് വിശ്വാസമാകുന്നില്ല. തിരിച്ച് ആ വണ്ടിയിൽ തന്നെ വന്ന വണ്ടിയിൽ തന്നെ കയറാൻ പറഞ്ഞു. പോയി അവിടെ എനിക്ക് റൂം തന്നു. പിറ്റേ ദിവസം ഷൂട്ടിന് പോവാം ലൊക്കേഷൻ. എനിക്കിതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്.